എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മയൂകയുടെ 4ാം പിറന്നാളാണ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടലാശ്ശേരിക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. പ്രിൻ്റ് ഔട്ട് എടുക്കുക, മെയിൽ അയക്കുക, അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മണ്ണുത്തിയിലൊരു കടയിലാണ് കയറിയത്. കല്യാണത്തിന് ശേഷം ഞങ്ങൾ എന്ന് കടലാശ്ശേരിക്ക് പോവുകയാണെങ്കിലും അന്ന് ഫുൾ മഴയായിരിക്കും. അപ്പോൾ ഇവളുടെ പിറന്നാൾ ദിവസം ഞങ്ങൾ പോകുമ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ ദിവസം രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചിരുന്നിരുന്നതാണ്. പക്ഷേ മഴ കാരണം കുറയട്ടെ എന്ന് വെച്ചിരുന്ന് കുറഞ്ഞപ്പോൾ ഇറങ്ങി, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കൂടി. അങ്ങനെയാണ് നല്ല മഴയത്താണ് പോയത്. അപ്പോൾ ഞങ്ങൾ കടലാശ്ശേരിക്ക് പോകുന്നത് എറവക്കാട് വഴിയാണ്. അപ്പോൾ ഇതൊരു റെയിൽവേ പാലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ നേരത്തെ തന്നെ ഞങ്ങളുടെ മോള് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ എപ്പോഴാണ് വരിക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവൾക്ക് മേടിച്ച ഗിഫ്റ്റിലൊന്നാണ് ഇത്, മേക്കപ്പ് സെറ്റ്. അപ്പോൾ ആളൊരു ബ്യൂട്ടീഷ്യൻ ആൻറ്റി ആവണമെന്നാണ് വിചാരിച്ച് നടക്കണേ. അപ്പോൾ അവൾക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ഞങ്ങൾ മേക്കപ്പ് കിറ്റാണ് മേടിച്ചുകൊണ്ട് പോയത്. പിന്നെ ഒരു ബാഗും ഒരു കൊട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അത് മേടിച്ചപ്പോൾ തന്നെ അവൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അത് ഇടണമെന്ന് അവൾക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാനാണ് അവളുടെ ഇൻസ്പിറേഷൻ മേക്കപ്പിൽ. മേക്കപ്പ് ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഓടിക്കയറി കട്ടിലുമായിരുന്നു. ഭയങ്കര ഡീസൻ്റായിട്ടാണ് ആൾ ഇരുന്നിരുന്നത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ജൂലൈ 9th ആണ്. പക്ഷെ ഞങ്ങൾ പോയത് സ്റ്റാർ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. അത് ജൂണിലായിരുന്നു, ജൂൺ 26 അങ്ങാണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അവൾ ഗൾഫിൽ പോകാൻ നിന്നിരുന്ന കാരണം ഇവിടെ നക്ഷത്രവും ഗൾഫിൽ പോയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കണം എന്നായിരുന്നു. പക്ഷേ രണ്ടും ഇവിടെ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ആഘോഷിച്ചത് നാളെ തന്നെയായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് പോണ തിരക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾ മാത്രം ഇവിടെ ആഘോഷിച്ചു. ആൻഡ് ഗൾഫിലേക്ക് പോയതിന് ശേഷം ആദ്യമായിട്ട് ചേട്ടൻ്റെ കൂടെ പിറന്നാൾ ആഘോഷിച്ചു. ആൻഡ് മേക്കപ്പ് ഇട്ട് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ആളുടെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു കല്യാണ പെണ്ണായി നിന്നിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ ഒരുക്കി. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സദ്യ കഴിച്ചു. അവൾക്ക് ഞാൻ മേക്കപ്പ് ഇട്ട് കൊടുത്തപ്പോൾ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എൻ്റെ മുഖത്തേക്ക് മേക്കപ്പ് ഇട്ട് തരണമെന്ന്. കാരണം ഞാൻ ബ്യൂട്ടീഷ്യൻ ആൻറ്റി ആയപ്പോൾ അവൾക്കും ബ്യൂട്ടീഷ്യൻ ആൻറ്റി ആവണം. അപ്പോൾ അത് കാരണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയിരുന്ന് മേക്കപ്പ് ഇട്ട് കൊടുത്തു. പക്ഷേ മേക്കപ്പ് ഇടുമ്പോൾ അവൾ എനിക്ക് പാട്ട് പാടി തന്നിട്ടാണ് മേക്കപ്പ് ഇട്ടിരുന്നത്. നല്ല രസമായിരുന്നു അവൾ പാട്ട് പാടി മേക്കപ്പ് ഇടുന്നതാണ്. ഈ സിറ്റുവേഷനിൽ അവൾ ശരിക്കും എന്നെ ഒരു ബ്രൈഡായിട്ടാണ് കണ്ടത്. ഞാനൊരു ബ്രൈഡും അവൾ എൻ്റെ ബ്യൂട്ടീഷ്യൻ ആൻറ്റിയും ആയിട്ടാണ് അവൾ ശരിക്കും നിന്ന്. അവൾ എപ്പോഴും പറയും അവൾക്ക് വലുതായി കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ ആൻറ്റിയും ഹെയർ സ്റ്റൈലിസ്റ്റും ഒക്കെ ആവണമെന്നാണ്. അപ്പോൾ അവൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് എനിക്ക് ചെയ്തു തന്നത്. അത് അവളുടെ ആ ഒരു പെർഫെക്ഷനിലാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ ഭയങ്കര പെർഫെക്റ്റായിട്ട് തന്നെ അവൾ ചെയ്യുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ടിങ്ങിനുള്ള അറേഞ്ച്മെൻറ്റ്സിന് പോയി. അപ്പോൾ അച്ഛൻ വരുമ്പോൾ കുറച്ച് മിൽക്കി ബാർ മേടിച്ചിട്ട് വന്നു. അത് പിന്നെ ഞങ്ങൾ കാലങ്ങളായി കൊണ്ട് നടക്കുന്ന ഹാപ്പി ബർത്ത്ഡേയുടെ ടാഗ്, അവൾക്ക് ബ്യൂട്ടീഷ്യൻ ആവാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തീമിലുള്ള കേക്ക്. എന്നിട്ട് ചേട്ടനെ വന്ന് ഞങ്ങൾ വീഡിയോ കോളിലാണ് വിളിച്ചത്. അപ്പോൾ ആൾ വീഡിയോ കോളിൽ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കണ്ട് സദ്യ കഴിക്കുമ്പോൾ ആൾ കണ്ടിരുന്നു. അങ്ങനെ ആൾ വീഡിയോ കോളിൽ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ആൾ പങ്കെടുത്തു. എൻ്റെ അവളിങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, അവൾക്ക് കൊടുക്കുക, അങ്ങനത്തെ ചില്ലറ പണികളൊക്കെയാണ് അവിടെ നടന്നിരുന്നത്. പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർ കേക്ക് വന്ന് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ടും ഹാപ്പി ബർത്ത്ഡേ ടു യു മയൂക എന്ന് തന്നെ പറയണമെന്ന് അവൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു മയൂക എന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾ പിന്നെ ചോദിക്കും എന്താ പറയാഞ്ഞെന്നുള്ളത്. സോ അവൾക്ക് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു മയൂക തന്നെ പറയണം. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അവളത് കേൾക്കും. അതുകൊണ്ട് ഞാൻ മയൂക ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞ് മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വൈകുന്നേരം അവർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. അറേഞ്ച്മെൻറ്റ്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ട് പോയി. എൻ്റെ വക ചിക്കൻ കറി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കല്ലാശ്ശേരിയിൽ ഞങ്ങൾ ടാറ്റയും പറഞ്ഞ് മണ്ണുത്തി പോയി കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ഡിന്നർ ചപ്പാത്തിയും ചിക്കൻ കറിയും ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തി ചേച്ചി ഉണ്ടാക്കി. ചിക്കൻ കറിക്ക് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട്. പിന്നെ പേസ്റ്റിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചു.
നമ്മൾ സവോളയും കറിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞിട്ട്. ആൻഡ് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചു. ആൻഡ് അതിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി സോട്ടേ ചെയ്തു. ആൻഡ് സോട്ടേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 സ്പൂണോളം ഉപ്പിട്ടു. ആൻഡ് പിന്നെ നമുക്ക് ചിക്കനിലും ഉപ്പിട്ടുണ്ടായിരുന്നു. ആൻഡ് ഉപ്പിനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെന്തതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായി സോട്ടേ ചെയ്തു. അത് കുറച്ചൊന്ന് സ്മെല്ല് പോയി വരുമ്പോൾ നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് പച്ചമുളക് ഇട്ടിട്ട് നന്നായി സോട്ടേ ചെയ്തു. അതിൻ്റെ പച്ച വാസന പോയതിന് ശേഷം നമ്മളൊരു 8 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 4 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് അത് നന്നായി വറുത്തെടുത്തതിന് ശേഷം അതിൽ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു. ആൻഡ് അപ്പോൾ നീ കുക്ക് ചെയ്യുന്ന പോലെ ഞാനും കുക്ക് ചെയ്യണമെന്നുണ്ട്. അവൾ സൈഡിലിരുന്ന് അവളുടെ ടോയ്സ് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതിൽ നന്നായി പേസ്റ്റ് അതിൻ്റെ പച്ചവാസനയും പോയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്ത് ഇട്ടു. ഇവിടെയാണ് എൻ്റെ ചിക്കൻ കറിയിൽ ഞാൻ ചെയ്ത ആദ്യത്തെ മിസ്റ്റേക്ക് വരുന്നത്. പാത്രം ചെറുതും ക്വാണ്ടിറ്റി ഓഫ് ചിക്കൻ കൂടുതലുമായിരുന്നു. സോ എനിക്ക് നന്നായി മിക്സ് ചെയ്യാനോ ഇതിലത്തെ മറ്റേ പൗഡേഴ്സൊക്കെ ചിക്കൻ്റെ പേസ്റ്റ് ജെല്ലാവാനും ടൈം എടുത്തു. അപ്പോൾ വെന്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ പാത്രം ചെറുതും ചിക്കൻ കുറയുള്ളത് കൊണ്ട് നമുക്ക് ശരിയായി കുക്കായില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ് ഉണ്ടായത്. ആൻഡ് മാറ്റി വെച്ചതിന് ശേഷം അതിൽ കുറച്ച് ഗരം മസാല ഇട്ട് തൂകി നമ്മളത് ചിക്കൻ വേവിച്ചു. ചിക്കൻ പകുതി വേവായി വന്നതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നില്ല, ഇതിൽ തൈരാണ് ആഡ് ചെയ്യണത്. ആൻഡ് ഇങ്ങനത്തെ ഒരു ചിക്കൻ കറി എനിക്ക് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നന്നായി സക്സസ് ആയി വന്നൊരു കറിയാണ്. പക്ഷേ ഇത്തവണ എന്താണോ അത് ഫെയിലിയറായി. സോ ഫെയിലിയറായ ചിക്കനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മണ്ണുത്തിയിലുള്ള ഓട്ടോവൻ ബേക്കേഴ്സിൽ പോയിട്ട് 3 പീസ് ടബ്ബീസാണ് മേടിച്ചത് അവൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ആൻഡ് ഞങ്ങൾക്ക് കേക്ക് മേടിക്കാൻ താല്പര്യമില്ല, ടബ്ബീസ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ടബ്ബീസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വളരെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു അതിന്. ആൻഡ് ടബ്ബീസ് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ചിക്കൻ കറി വായ വയ്ക്കാൻ കൊള്ളില്ലെങ്കിലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. സോ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. സോ അണ്ടർ ദ നെക്സ്റ്റ് ടൈം ഇറ്റ് ഇസ് ടാറ്റ ആൻഡ് ബൈ ഫ്രം മീ.